സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നൽകുന്ന ഒരു എളിയ അറിവ് കോമൺ ആയിട്ട് വരുന്ന നടുവേദനയ്ക്കാണ്. നല്ല ഇളം വെണ്ടക്ക ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് സൂപ്പ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 2 നേരം വെച്ച് കഴിക്കുക. നടുവേദനക്കാർ പതുക്കെ പതുക്കെ നടുവേദന ശമിക്കും. ഇത് ചെയ്തു നോക്കാൻ മറക്കണ്ട. ഒരു നല്ല അറിവുകൾ, നല്ല ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് നമ്മളിങ്ങനെ ഈ ഗൃഹവൈദ്യ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഓൺലൈൻ ക്ലാസ്. അത് കാണുക, ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അതിൻ്റെ മറുപടിയും ഞാൻ അപ്പോൾ തന്നെ നൽകുന്നുണ്ട്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സും നന്നായിരുന്നു. നല്ല സമാധാനപരമായിട്ട് നല്ല വൃത്തിയോടുകൂടി നമുക്ക് നമ്മൾ ചോദിക്കുന്നതിൻ്റെ മറുപടി പറഞ്ഞു തരാൻ കഴിഞ്ഞു. സാർ നന്ദിയുണ്ട്. ഈ വൈദ്യുതി ക്ലാസ് എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പം എന്തായാലും രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് നല്ല അറിവുകളാണ് കിട്ടുന്നത്. ഇന്നത്തെ നല്ല ക്ലാസ്സായിരുന്നു. ഞാൻ ഒക്ടോബർ 1 ക്ലാസ് കൂടി കേട്ടോ. അത്യാവശ്യം ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു അറിവാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എൻ്റെ പരിചയക്കാർക്കും ആർക്കെങ്കിലും പരിചയം ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ ഞാനത് ഷെയർ ചെയ്തോളാം. നല്ലൊരു ക്ലാസ്. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം തന്നിരുന്നു. അതിൻ്റെ ഉത്തരം ആത്തച്ചക്കയാണ്. സീതാപ്പഴം എന്നും പറയും. ആത്തച്ചക്കയാണ്. ക്ഷയരോഗത്തെ അകറ്റാനുള്ള ഒരു നല്ല ഔഷധമാണ്. ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പൈൽസിനെ അകറ്റുന്ന ഒരു നല്ല ഔഷധ ചെടിയുണ്ട്. ഏതായിരിക്കും അത്? നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ഉത്തരവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ അപ്പോഴത്തേക്ക് ഇത് കണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പോൾ കാണാനും ഇത് പങ്കുവെക്കാനും അറിയാനും ഒന്നും മറക്കരുത്. നന്ദി, നമസ്കാരം.